BRS നേതാക്കളായ KT രാമറാവും ഹരീഷ് റാവും വീട്ടുതടങ്കലിൽ കോൺഗ്രസ് നേതാവ് സഞ്ജയ് കുമാറിനെ അപമാനിച്ചതിന് ഇന്നലെ BRS MLA കൗശിക് റെഡ്ഡിയെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് വീട്ടുതടങ്കൽ. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ വിവരങ്ങളുമായി. റഹീസ്, നേരത്തെ എന്തോ റേസിംഗ് ഫണ്ടുമായി അഴിമതിയുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് നേതാക്കൾ നേരത്തെ ഒരു സമയത്ത് വീട്ടുതടങ്കലായിരുന്നു. എന്തുകൊണ്ടാണ് ഈ വീട്ടുതടങ്കൽ? റഹീസ്. ഹാഷ്മി, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിൽ ഈ തെലങ്കാനയിലെ പല നേതാക്കളെയും വീട്ടുതടങ്കലിലാക്കുന്നുണ്ട്. അതിനെതിരെ കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് നിലവിലിപ്പോൾ ഉയർന്നു വരുന്നത്. ഇന്ന് പ്രത്യേകിച്ച് BRSന്റെ മുൻ മന്ത്രിയൊക്കെ ആയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് KT രാമറാവുവിനെ അടക്കം വീട്ടുതടങ്കലിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗച്ചിബൗളി വീടിന് മുന്നിൽ ഇപ്പോൾ പോലീസിൻ്റെ ഒരു പട തന്നെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒപ്പം തന്നെ കോൽക്കാപ്പേട്ടിൽ നിന്നുള്ള BRSന്റെ നേതാവ് ഹരീഷ് റാവുവിൻ്റെ വീട്ടിലും ഇപ്പോൾ അദ്ദേഹത്തിനെ വീട്ടുതടങ്കലിലാക്കിയിരിക്കുന്നു. ഒരു വൻ പോലീസ് സംഘം അദ്ദേഹത്തിന്റെ വീടിന് മുന്നിലുമുണ്ട്. ഇതിനൊക്കെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറിയത് ഇന്നലെ BRSന്റെ ഒരു MLA പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതായത് കൗശിക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കൗശിക് റെഡ്ഡിയെ അറസ്റ്റ് ചെയ്തു. അതൊരു കോൺഗ്രസ് നേതാവിനെതിരെ, കോൺഗ്രസിന്റെ MLAക്കെതിരെ നടത്തിയ ചില പരാമർശങ്ങളുടെ പേരിലാണ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. MLA സഞ്ജയ് കുമാറിനെതിരെ. അത് പ്രധാനമായിട്ടും അദ്ദേഹം ഇപ്പോൾ BRSൽ നിന്ന് കൂടുമാറി കോൺഗ്രസിലേക്ക് എത്തിയതാണ്. അപ്പോൾ അദ്ദേഹത്തിനെ അധിക്ഷേപിച്ചു എന്നുള്ള പരാതിയിന്മേൽ ഇന്നലെ BRS MLA കസ്റ്റഡിയിലെടുക്കുന്നു. ശേഷം അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചാർത്തുന്നു. അദ്ദേഹത്തിനെ ഇനി മാത്രമാണ് കോടതിയിൽ ഹാജരാക്കുക. അപ്പോൾ അത്തരത്തിൽ ഈ പ്രതിപക്ഷ പാർട്ടിയിലെ പല നേതാക്കളെയും ഇത്തരത്തിൽ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്നു. നിയമപരമായ മുഹമ്മദ് റഹീസാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അവിടെ BRS MLA കൗശിക് റെഡ്ഡി അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് വീട്ടുതടങ്കൽ. അവിടെ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഏറ്റുമുട്ടൽ വാക്തർക്കത്തിനപ്പുറം അത് കരുതൽ തടങ്കൽ, വീട്ടുതടങ്കൽ പോലെ കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്.